പത്തനംതിട്ട അടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയ പ്രതിയെ മുഖത്തടിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ ധൃതി പിടിച്ച് കേസെടുക്കേണ്ടെന്ന തീരുമാനം. പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം AV ജയശങ്കർ ഇപ്പോൾ ഉണ്ട്. ജയശങ്കർ, ഈ വിഷയത്തിൽ അത് പ്രതിരോധത്തിന്റെ ഭാഗമായി നടന്നതാണ്, ആ തരത്തിലേക്കുണ്ടായ പ്രതികരണമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായി എന്തൊക്കെ വ്യക്തമാക്കുന്നുണ്ട് ആ അമ്മ? അനുജ, അമ്മ നിലവിൽ നമ്മോടൊപ്പം ഉണ്ട്. വളരെ ധീരമായൊരു കാര്യമായിരുന്നു അവർ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇന്ന് രാവിലെ ടെലിഫോണിലൂടെ നമ്മോട് പ്രതികരിച്ചു. അമ്മ, കഴിഞ്ഞ ദിവസം എന്താണ് ശരിക്ക് സംഭവിച്ചത്? ഏതൊരു സാഹചര്യത്തിലാണ് ഈ മുഖത്തടിക്കുന്നതിലൊക്കെ കടന്നത്? കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി, അപരിചിതനായ ഒരു വ്യക്തി കുട്ടികളുടെ ശരീരത്ത്, അതായത് കാലിൻ്റെ തുടയിൽ പിടിക്കുകയും അതിനെ ചൊല്ലി കുട്ടി അങ്ങോട്ട് ചോദിച്ച് എന്തിനു വേണ്ടി, എന്താ എൻ്റെ കാലിൽ തൊട്ടത്, എന്താണ് നിങ്ങൾ എന്തിനാ എൻ്റെ കാലിൽ തൊട്ടതെന്ന് ചോദിച്ച് പ്രതികരിച്ചപ്പോൾ കുട്ടിയോട് വളരെ മോശമായിട്ട് ഇടപെടുകയും അസഭ്യം പറയുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം തൊട്ടടുത്ത കടയിൽ വന്ന് എന്നെ ഫോൺ ചെയ്ത് വിവരങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഈ കുട്ടി തന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു ആ കടയ്ക്ക് ഉള്ളിലെ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയുണ്ടായി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരികയും നമ്മളെ ദേഹോപദ്രവം ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുകയുണ്ടായി. അതിന് നമ്മൾ ജീവരക്ഷാർത്ഥം നമ്മളുടെ സ്വയം രക്ഷ നമ്മൾ നോക്കിയുണ്ടായി. അതായിരുന്നു സംഭവം ഉണ്ടായത്. അതായത് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇയാളുടെ മൂക്കിൻ്റെ പാലമൊക്കെ തകർന്നിട്ടുണ്ട്, നിങ്ങൾക്കെതിരെയും കേസ് എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് പോലീസിൻ്റെ ഒരു പരാതിയൊക്കെ ലഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? സ്വയം നമ്മൾക്ക് നമ്മുടെ ജീവരക്ഷാർത്ഥം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അന്വേഷണം അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. നന്നായി അന്വേഷണം നടക്കുന്നുണ്ട്. ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റബോധം തോന്നില്ലല്ലോ? ഒരു കുറ്റബോധമില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സമീപനം നമുക്കുണ്ട്. ഈ മകളുടെ ഒരു അവസ്ഥ എന്താണ്? അവൾ ഈ ഒരു ട്രോമയിൽ നിന്ന് മാറിയിട്ടുണ്ടോ? അവൾ കുഴപ്പമില്ല. ഞാനത് ചെറുപ്പം മുതലേ ഞാനൊരു പൊതുപ്രവർത്തക കൂടി ആയിരുന്നു. ചെറുപ്പം മുതലേ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ സ്കൂളിലും മറ്റ് പിന്നെ വായനശാല മറ്റുള്ള അവിടുന്നൊക്കെ കുട്ടികൾക്ക് നല്ല അവബോധം കൊടുത്തിട്ടുണ്ടായിരുന്നു. അഡോളസെൻ്റ് ഗേൾസിന് കിട്ടുന്ന അവബോധ ക്ലാസ്സുകളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു കുട്ടി. എന്തായാലും നിയമപരമായി കേസുമായിട്ട് മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ. ഇനി ഒരു അമ്മമാർക്കും ഇങ്ങനെ ഉണ്ടാവരുത്, ഒരു പെൺകുട്ടികൾക്കും നേരെ ഇങ്ങനെ അതിക്രമം ഉണ്ടാവരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അനുജ, അമ്മ പറയുന്നത് എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകും. ഇനി ഒരു സ്ത്രീക്കും ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുത്. സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അക്രമിയെ മുഖത്തേക്ക് അടിക്കേണ്ടി വരുന്നത്. ആ കാര്യത്തിൽ ഒരു കുറ്റബോധവും അവർക്കില്ല. അവർ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അനുജ, എന്തായാലും പോലീസിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ ഇദ്ദേഹത്തെ, ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ അമ്മയുടെ മറ്റും മൊഴി പോലീസ് അല്പസമയം മുമ്പാണ് അതിനകത്ത് സ്റ്റേഷനിലെത്തി രേഖപ്പെടുത്തിയത്.